ഒരിക്കൽ മരുന്ന് കഴിച്ചും സ്കിൻ ഡിസീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർദ്ധിക്കേണ്ട യാതൊരു കാര്യമില്ല. വർദ്ധിക്കണമെങ്കിൽ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ വീണ്ടും കഴിക്കണം. റൂമിൻ്റെ വാതിൽ തുറന്ന ഉടനെ തന്നെ ആരോ അവനെ ചവിട്ടി വീഴ്ത്തിയ പോലെ കുട്ടി തെറിച്ച് വീഴുന്നു. ഒന്നല്ലെങ്കിൽ നീ വലിയൊരു കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് സ്കൂളിൽ, അല്ലെങ്കിൽ നിനക്ക് എന്തിനോ ഭയങ്കര ഭയമുണ്ട്. വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. നോപ്പിയിൽ വന്ന ഒരു കുട്ടിയുടെ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായി, എങ്ങനെയാണ് അതിനെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നമ്മൾ സോൾവ് ചെയ്ത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇന്ന് കാലത്ത് ഒരു പാരൻസ് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും കൊണ്ടൊക്കെ ഒ പിയിൽ വന്നു. അവർ വന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവൻ്റെ സ്കിൻ ഡിസീസ് ഭയങ്കരമായിട്ട്, ആദ്യം ഒരു മാസം മുമ്പ് സ്കിൻ ഡിസീസിന് വേണ്ടി വന്നിരുന്നു. ഒരു സ്കിൻ ഡിസീസ് കഴിഞ്ഞ് 2-3 മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതൊക്കെ നന്നായി ഉണങ്ങിയതായിരുന്നു. പക്ഷേ 2-3 ദിവസമായിട്ട് ഇത് വീണ്ടും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരിക്കൽ മരുന്ന് കഴിച്ചും സ്കിൻ ഡിസീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർദ്ധിക്കേണ്ട യാതൊരു കാര്യമില്ല. വർദ്ധിക്കണമെങ്കിൽ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ വീണ്ടും കഴിക്കണം, എന്നാൽ മാത്രമേ വർദ്ധിക്കുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനത്തെ ഒരു ഭക്ഷണം ഡോക്ടർ പറഞ്ഞതിൽ വിട്ടൊരു ഭക്ഷണം തെറ്റായിട്ടുള്ള കഴിച്ചിട്ടില്ല, പക്ഷേ ഈ രോഗം വർദ്ധിച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞു 1-2 ഇൻസിഡൻസും കൂടിയും അവൻ്റെ ജീവിതത്തിലുണ്ടായി. ഒന്ന്, ഇന്ന് കാണാൻ വരുമ്പോൾ ഒരു തലേ ദിവസം, അവർ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ബുക്ക് എടുക്കാനായിട്ട് റൂമിലേക്ക് പോകുന്നു. റൂമിൻ്റെ വാതിൽ തുറന്ന ഉടനെ തന്നെ ആരോ അവനെ ചവിട്ടി വീഴ്ത്തിയ പോലെ കുട്ടി തെറിച്ച് വീഴുന്നു. അപ്പം കുട്ടിയോട് ചോദിക്കുമ്പോൾ എന്താ സംഭവിച്ചപ്പോൾ ആരോ എന്നെ ചവിട്ടി എന്ന് പറയുന്നു. പാരൻസ് കാണുന്നുണ്ട് കുട്ടി തെറിച്ച് വീഴുന്നതായിട്ട്. അപ്പം അതിന് മുമ്പ് അവർ ഒരു ദിവസം അവർക്ക് കുട്ടിക്ക് ഒരു പാരൻസ് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടി ആ പുതപ്പ് കഴുത്തിൽ കുരുക്കിയിട്ട് ആ കട്ടിൻ്റെ അടിയിൽ ബോധമില്ലാതെ കിടക്കുന്നൊരവസ്ഥയും ഒരാഴ്ച മുമ്പ് കണ്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ 2-3 അനുഭവമൊക്കെ ഉണ്ടായപ്പോൾ ഒരു പുരോഹിതൻ്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയി, ഈ ഈവിൾ സ്പിരിറ്റ് ആണോ എന്നൊക്കെ നോക്കാനായിട്ട് പോയി. അപ്പോൾ ആ ഒരു വൈദികൻ പറഞ്ഞു, അല്ല, ഈവിൾ സ്പിരിറ്റ് ബന്ധമൊന്നുമില്ല, ഒരു നല്ലൊരു മാനസികരോഗ വിദഗ്ധനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മാനസികരോഗ വിദഗ്ധത്തിൽ PG ഉള്ള ഒരു ഡോക്ടറും കൂടി ആയതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നത്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തത്, ഞാൻ ഇത്രയും കേസുകൾ ഡീൽ ചെയ്തിട്ടൊരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം പാരൻസിനോട് മാറിയിരിക്കാൻ പറഞ്ഞ് ഈ കുട്ടീനെ ഞാൻ തനിച്ച് എൻ്റെ റൂമിലിരുത്തിക്കൊണ്ട് അവരോട് ആദ്യം ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. നിന്നെ ചവിട്ടി വീഴ്ത്താനായിട്ടുള്ള കാരണം എന്താണെന്ന് നിനക്കറിയാം, അതൊന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ തീർന്നു. അല്ലെങ്കിൽ കഴുത്തിൽ കുരുക്കിയതിൻ്റെ കാരണം നിനക്കറിയാം, നീ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ആ പറഞ്ഞു ഇല്ല, എനിക്ക് എത്ര ആലോചിച്ച് നോക്കിയിട്ടും അതിൻ്റെ ഒരു കാരണം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്തൊരു സ്റ്റെപ്പ് ഞാൻ ഡോക്ടർ കാരണം പറഞ്ഞു തരാം, അതിലേതാണെന്ന് നീ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് പറഞ്ഞു കൊടുത്ത കാര്യം, ഒന്നല്ലെങ്കിൽ നീ വലിയൊരു കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് സ്കൂളിൽ, അല്ലെങ്കിൽ നിനക്ക് എന്തിനോ ഭയങ്കര ഭയമുണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണ് കാരണം, ഇതിലേതായിരിക്കുമെന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ആദ്യത്തേതല്ല, ഞാൻ കുരുത്തക്കേടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പായി, അവൻ എന്തിനോ ഭയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനെയാണ് ഭയക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്കൊന്നിനും പ്രത്യേകിച്ച് ഭയമില്ല. ഞാൻ പറഞ്ഞു, അതല്ല, നിനക്ക് എന്തിനോ ഒരു ഭയമുണ്ട്. അപ്പോൾ അവനോട് വീണ്ടും പറഞ്ഞു, നിനക്ക് കിട്ടും. ബിക്കോസ് നമ്മുടെ ഈ ഒരു മാനസിക പ്രശ്നമായിട്ടൊരു വ്യക്തി വരുമ്പോൾ ഇത്തരം അസാമാന്യ അല്ലെങ്കിൽ അമാനുഷിക പ്രകടനങ്ങൾ ഒക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ പക്ഷേ നമ്മൾ എത്ര കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി ആ വ്യക്തിയോട് സംസാരിച്ച് ആ വ്യക്തിക്ക് തന്നെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും എന്താണ് ആ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു, മോനെ, നിൻ്റെ പ്രശ്നം നിനക്കറിയാം, നീ എന്തിനോ ഭയക്കുന്നുണ്ട്, അത് എന്താണെന്ന് നിനക്കറിയാം, നീ ഒന്ന് സമാധാനത്തിൽ ശാന്തതയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഫ്രണ്ട്ലി ടോക്കൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇവനിപ്പോൾ ഭയങ്കര ടെൻഷനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റാണ്, അല്ലെങ്കിൽ സ്കൂൾ ഫസ്റ്റാണ്. പക്ഷേ പബ്ലിക് എക്സാം എത്തുമ്പോഴേക്കും താഴെയുള്ളവർ ഇവനെ ഓവർടേക്ക് ചെയ്യുമെന്നുള്ള ഭയം ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഏതാണ്ട് ഇപ്പോൾ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ ഇവൻ തമ്മിൽ വലിയ വ്യത്യാസം, ഇവൻ സ്കൂൾ ഫസ്റ്റ് ആണെന്നേ ഉള്ളൂ, പക്ഷേ ഏത് നിമിഷം അവർ ഓവർടേക്ക് ചെയ്യാം. ഇവർ ഓവർടേക്ക് ചെയ്യുമോ എന്നുള്ള ഭയം കാരണം കുട്ടി 24 hours ആ ടെൻഷനിലാണ്, പഠിക്കാൻ പറ്റുന്നില്ല. പുസ്തകം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയുകയാണ്, പുസ്തകം തുറന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പുസ്തകത്തിലൊന്നും ശ്രദ്ധയില്ല, എവിടെയോ ഏതോ ഒരു മായാലോകത്തിരിക്കുന്നത് പോലെ എല്ലാ സമയവും ഈ ഒരു ടെൻഷൻ, ഏത് സമയം ഞാൻ 2ാം സ്ഥാനത്തേക്കാവും 3ാം സ്ഥാനത്തേക്കാവും എന്നുള്ളൊരു ഭയം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഉപബോധ മനസ്സ് ഏത് രീതിയിൽ പ്രവർത്തിക്കാനും പറ്റും. അതായത് ചവിട്ടി വീഴ്ത്തുന്ന പോലെയോ, അല്ലെങ്കിൽ പലപ്പോഴും രോഗികൾ കണ്ണ് കാണാതാവുന്ന ഒരു നിമിഷം കൊണ്ട് ചെവി കേൾക്കാതാവുന്നു, അല്ലെങ്കിൽ ചോര ഛർദ്ദിക്കുന്നു, എന്തും നമ്മുടെ മനസ്സിന്, ഉപബോധ മനസ്സിന് ഏത് പ്രവൃത്തിയും ചെയ്യാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം ഇത്ര തന്നെയുള്ളൂ. അവൻ്റെ ഉപബോധ മനസ്സിൽ അതിശക്തമായൊരു ഭയം ഡെവലപ്പ് ചെയ്തു. ഏത് നിമിഷം ഞാൻ പരാജയപ്പെടാം, അതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ പറയുന്ന പല ആരെങ്കിലും എന്നെ അടിച്ച് വീഴ്ത്തും അല്ലെങ്കിൽ അവനെ തോൽപ്പിക്കുന്നു, ഇതൊക്കെയാണ് എൻ്റെ പ്രതീകങ്ങൾ. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, മോനെ വേറെ ഈവിൾ സ്പിരിറ്റ് ഒന്നുമല്ല, മോൻ്റെ ഉപബോധ മനസ്സ് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് കേട്ടപ്പോൾ തന്നെ അവന് പകുതി സമാധാനം. ഇതൊരിക്കലും ആ വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യങ്ങളല്ല. അപ്പോഴേക്കും തന്നെ അവൻ ഭയങ്കര റിലാക്സ്ഡായി. അതുവരെ ടെൻഷനായിട്ട് നിന്നിരുന്ന ഒരു കുട്ടിയാണ്. ആ ടെൻഷനൊക്കെ ഒന്ന് മാറി, ഒന്ന് ഫ്രീ. ഞാൻ പറഞ്ഞു, മോനെ പഠനത്തിന് ടെൻഷൻ കുറച്ച് കൊടുക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞു, പാരൻസിനെയൊക്കെ ഉപദേശിച്ചു, അല്ലെങ്കിൽ അവനോടും പറഞ്ഞ്. എൻ്റെ അഭിപ്രായത്തിൽ വെറുതെ ഇരുന്ന് പഠിച്ചാൽ തന്നെ സ്കൂൾ ഫസ്റ്റ് ആവേണ്ടതാണ്, പക്ഷേ ടെൻഷൻ കൂടിയിട്ടാണ് കുട്ടിയുടെ പെർഫോമൻസ് കുറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഒരു പവറുണ്ട്. അത് ഏത് ലെവലിലേക്കും നമ്മളെ എടുത്തെറിയുന്ന രീതിയിലേക്കൊക്കെ മാറാം. പക്ഷേ നമ്മളാ ഒരു മനസ്സിൻ്റെ അടിസ്ഥാന പ്രശ്നത്തെ നമ്മൾ കണ്ടെത്തി അതിനെ തുറന്നു വെച്ചാൽ ഓട്ടോമാറ്റിക്കലി മനസ്സ് ഹീൽഡാവും. പിന്നെ ആ രോഗത്തിന് ശക്തിപ്പെടാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ പ്രഷറുകൾ മക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൂടെ ഇരുന്ന് നമ്മൾ ആ ഒരു പ്രശ്നത്തെ പലപ്പോഴും, അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.